BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള PS പ്രശാന്ത് കസ്റ്റഡിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കസ്റ്റഡിയിൽ. പ്രത്യേക അന്വേഷണ സംഘമാണ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സംബന്ധിച്ച കേസിലാണ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിരുന്നത്. മുരാരി ബാബുവാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മൂന്നാം പ്രതി പങ്കജ് ഭണ്ഡാരി, അഞ്ചാം പ്രതി അജയ് കുമാർ, ആറാം പ്രതി കണ്ഠരര് രാജീവര് എന്നിവരാണ് മറ്റ് പ്രതികൾ. കേരളത്തിൽ ഉൾപ്പെടെ ചോദ്യപേപ്പർ ചോർന്നു. സർക്കാർ സത്യം പുറത്തു കൊണ്ടുവരും. രാഷ്ട്രീയ നേട്ടത്തിനായി ഇത് ഉപയോഗിക്കേണ്ട. രാഹുലിന് മറുപടിയുമായി JP നദ്ദ. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധം ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനമുയർത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ. വിദ്യാർത്ഥികളുടെ ആശങ്കകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ ആരും ശ്രമിക്കേണ്ടെന്ന് നദ്ദ തിരിച്ചടിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പാർലമെന്റിൽ മറുപടി പറയുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും JP നദ്ദ പറഞ്ഞു. ടൊവിനോ തോമസിന് ഐക്യദാർഢ്യവുമായി DYFI. ടൊവിനോ തോമസിന് ഐക്യദാർഢ്യവുമായി DYFI. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് നടന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഡൽഹി സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ യുവമോർച്ച പ്രവർത്തകർ നടന്റെ വീടിന് മുൻപിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകടനവുമായി എത്തി DYFI നടന് പിന്തുണ പ്രഖ്യാപിച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ നോട്ടീസ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാം പ്രതിയായ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ നോട്ടീസ്. വെള്ളിയാഴ്ച ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകുവാനാണ് SIT നോട്ടീസ് നൽകിയത്. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യം അയച്ചു നൽകിയത് റിബേഷിനാണെന്നും സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിബേഷാണ് എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ MBBS വിദ്യാർത്ഥി പിടിയിൽ. മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി അബേലാണ് പിടിയിലായത്. അബേലിന്റെ സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൃത്യമായി ആസൂത്രണം നടന്നു. തിങ്കളാഴ്ച ജന്തർ മന്ദറിൽ എത്തിയത് 50,000 വരെ ആളുകൾ. അക്രമങ്ങൾ അന്വേഷിക്കുവാൻ 20 പോലീസ് സംഘങ്ങൾ. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ അക്രമങ്ങൾ അന്വേഷിക്കുന്നത് 20 പോലീസ് സംഘങ്ങൾ. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കുവാനും അന്വേഷിക്കുവാനും മാത്രമായി പ്രത്യേക സംഘങ്ങൾ. ഇതുവരെ 10 FIR പോലീസ് രജിസ്റ്റർ ചെയ്തു. ചാറ്റുകൾ, CCTV, മൊബൈൽ വിവരങ്ങൾ അന്വേഷണ പരിധിയിൽ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 2 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വിലക്കിയതായി പോലീസ് അറിയിച്ചു. വിലക്കും വിവാദവും കടന്ന ജനനായകൻ തിയേറ്ററുകളിൽ. വിജയുടെ അവസാന ചിത്രം ആഘോഷമാക്കുവാൻ ആരാധകർ. വിലക്കിനും വിവാദത്തിനുമൊടുവിൽ ജനനായകൻ ഇന്ന് തിയേറ്ററിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് അവസാനം അഭിനയിച്ച ചിത്രം ആഘോഷമാക്കുവാൻ ഒരുങ്ങി ആരാധകർ. 3 പതിറ്റാണ്ട് മുൻപ് തമിഴ് സിനിമയിൽ ബാലതാരമായി തുടങ്ങി പിന്നീട് ദളപതി എന്ന സിംഹാസനത്തിലേക്ക് ഉയർന്നതാണ് വിജയുടെ സിനിമാ ജീവിതം. 1992 തന്റെ 18ാം വയസ്സിലാണ് നാളെയ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.